അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. അങ്ങനെ ബറാത്തും കഴിഞ്ഞു അല്ലേ? ബറാത്തിന് നിങ്ങളെല്ലാം എന്താ ഉണ്ടാക്കിയത്? നമ്മൾ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആകെ ഉണ്ടാക്കിയത് ചായക്ക് പെട്ടിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിയും ഒറോട്ടിയും നാസ്തൊക്കെ ഉണ്ടാക്കി. പിന്നെ ഉള്ളത് ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ ബറാത്തിന് ഉണ്ടാക്കുന്നത് പാൽവാഴക്കാന്ന് ചിലർ പറയും, നമ്മൾ കായ്ക്കറി എന്ന് പറയും. പക്ഷേ അത് ഉണ്ടാക്കിയിട്ടില്ല. അതിന് പകരം ഒരു സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയത്. ആ ഒരു റെസിപ്പി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. നോമ്പായതുകൊണ്ട് തന്നെ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കുക്കിങ്ങിൻ്റെ കാര്യത്തിന് ഇറങ്ങാൻ. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ കിച്ചണിലേക്ക് വന്നത് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ പിന്നെ ചായക്ക് എന്തായാലും എന്തെങ്കിലും ഒരു കടി നോമ്പ് തുറക്കാൻ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടിപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പെട്ടിപ്പത്തിൽ തന്നെ ആളെണ്ണം കണക്കാക്കിയിട്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. കാരണം എന്തായാലും നോമ്പ് തുറന്നാൽ ഒരുപാടൊന്നും തിന്നാൻ കഴിയില്ല. അപ്പം പിന്നെ ബാക്കിയാവും. അപ്പോൾ പെട്ടിപ്പത്തലിന് വേണ്ടിയിട്ടുള്ള മാവ് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പം പെട്ടിപ്പത്തലിനുള്ള മസാലക്ക് ചിക്കൻ്റെ മസാലയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന ഇറച്ചിപ്പത്തലിൻ്റെ ആ ഒരു പണ്ടം, ആ ഒരു മസാലയിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു മസാല ഉണ്ടാക്കിയത്. സാധാരണ ചിക്കൻ വാങ്ങിയാൽ തന്നെ തനിയിറച്ചി എടുത്തിട്ട്, അതായത് എല്ലാം കൊട്ടൊന്നും ഇല്ലാത്ത ആ ഒരു പീസ് എടുത്തിട്ട് കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് അങ്ങ് വേവിച്ച് വെക്കും, വലിയ വലിയ പീസ് തന്നെ. എന്നിട്ട് പിന്നെ വേണ്ടുന്ന സമയത്ത് അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ സ്നാക്സിന് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചിക്കൻ ചെറിയ പീസാക്കി എടുത്തിട്ട് അതൊന്ന് ആദ്യം എണ്ണയിലിട്ടിട്ട് ഒന്നങ്ങ് മൊരിച്ചെടുക്കുന്നുണ്ട്. മൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഒന്നങ്ങ് മൊരിച്ചെടുത്തത്. അപ്പോൾ തക്കാളീൻ്റെ ആ ഒരു പുളിപ്പും കൂടെ വരുമ്പം ഈ മസാല നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ മൊരിച്ചെടുത്ത ചിക്കൻ ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. സാധാരണ ഇനി നമ്മുടെ ചിക്കൻ മസാല എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ. ഞാനിപ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു പാത്രത്തിൽ തന്നെ എല്ലാം ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ചിക്കൻ പൊരിച്ചെടുത്തിട്ട് അത് മാറ്റിയിട്ട് വേറെ തന്നെ ഉള്ളി വാളിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് മിക്സാക്കി കൊടുത്താൽ മതി. ഞാൻ പിന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും എടുക്കണ്ടല്ലോ, എല്ലാം ഒരുമിച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും എല്ലാം 1/4 ടീസ്പൂൺ മതിയാവും, കുറേയൊന്നും വേണ്ട. എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്നങ്ങ് ആദ്യം ആ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഒരുപാട് ഉള്ളി അങ്ങ് വഴന്ന് കുഴഞ്ഞ പോലെയൊന്നും ആവണമെന്നില്ല. ജസ്റ്റ് നമുക്ക് ആ ചിക്കൻ്റെ കൂടെ ഉള്ളിയും കടിക്കാൻ കിട്ടുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാനിപ്പം ആ ഒരു യമ്മി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടികളും ഉള്ളിയും നമ്മുടെ ചിക്കനും ഒക്കെ കൂടെ ഒന്നങ്ങ് എന്താ പറയുക, ഒന്ന് കുഴഞ്ഞ പോലെയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു രസമുള്ളൊരു മസാല തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം പെട്ടിപ്പത്തലിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മുട്ട ഞാനിപ്പം പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസ് ഞാൻ കുറച്ച് ഒന്ന് ആദ്യമേ കുതിർത്ത് വെച്ചിട്ട് രാവിലെ കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ പായസത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ പായസത്തിൽ ചെറിയൊരു വെറൈറ്റി ഉണ്ട് എന്നുള്ളത്. ആ ഒരു വെറൈറ്റിയാണ്, ഒരു കീ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ഗ്രീൻ പീസ്. അപ്പോൾ പെട്ടിപ്പത്തിലൊക്കെ ലാസ്റ്റേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുകയാണ്. കറിക്ക് വേണ്ടിയിട്ടും പറഞ്ഞ പോലെ ഞാൻ ആദ്യം കുറച്ച് ചിക്കൻ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് ഒന്നങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ചെടുത്ത ചിക്കൻ ഞാനൊന്ന് എണ്ണയിൽ ഒന്നുകൂടെ ഒന്ന് മൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ എടുത്ത് തിന്നുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും മൊരിഞ്ഞ് വന്ന ചിക്കൻ തിന്നാൻ. അങ്ങനെ ഞാനിപ്പം ചിക്കൻ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് മൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഈ എണ്ണ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കും. അപ്പം ഞാനിപ്പം ചിക്കൻ പൊരിച്ചെടുത്ത ആ എണ്ണ തന്നെയാണ് എടുക്കുന്നത്. അതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് സാധാരണ നമ്മളൊരു നോർമൽ ചിക്കൻ കറി തന്നെയാണ്. ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, വെറൈറ്റി ഒന്നുമില്ല, സാധാ ചിക്കൻ കറി തന്നെയാണ്. ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ ഒരു കറിയിൽ ഉള്ളി അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വഴന്നിട്ട് കുഴഞ്ഞ പോലെ ആവട്ടെ, അതുവരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം.
അപ്പോൾ ഉള്ളി ഇപ്പോൾ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കുഴഞ്ഞ പോലെ ആയി വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെക്കുമ്പം ഉള്ളി മൊരിഞ്ഞ പോലെ ആവില്ല, ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് അങ്ങനെ ആയി വരൂല. അങ്ങനെ വേണമെന്നില്ല ഈ കറിക്ക്. അപ്പോൾ അടച്ച് വെക്കുമ്പം ഈ ഈർപ്പമൊക്കെ ഇറങ്ങിയിട്ടൊന്നങ്ങ് ഉള്ളി നന്നായി വെന്തിട്ട് കുഴഞ്ഞ പോലെ ആയി വരും. അപ്പോഴേക്കും ഞാൻ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം മൂടി തുറന്നിട്ട് ഒന്ന് നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഉപ്പ് നേരത്തെ ചിക്കൻ വേവിക്കുമ്പോൾ ചേർത്തത്, എന്നാലും ഗ്രേവിയിൽ കുറച്ച് ഉപ്പ് വേണമല്ലോ, അതിനായിട്ട് കുറച്ച് മാത്രമേ ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. ഇനി ഈ തക്കാളിയും ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവും, ഒന്ന് കുഴഞ്ഞു വരും. ആ ഒരു തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കിയിട്ട് ഒന്നുകൂടെ അടച്ചിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം, ഒന്നങ്ങ് കുഴച്ച് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചിൻ്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് വഴറ്റി മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്നങ്ങ് സോഫ്റ്റാക്കി കുഴച്ചിട്ട് എന്താ പറയുക, ഒരു ജ്യൂസി പോലെ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ചപ്പോഴുള്ള കുറച്ച് വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ ഒരു 1/2 ഗ്ലാസ് 1/4 ഗ്ലാസ്സൊക്കെ സാധാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയിട്ട് അടച്ച് വെക്കാം. അടച്ച് വെക്കുമ്പോഴേക്കും എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് സോഫ്റ്റായിട്ട് ഒന്നങ്ങ് കുഴഞ്ഞ് വരും. പിന്നെ ചിക്കൻ്റെ വെള്ളം കൂടെ ചേർത്തത് കൊണ്ട് നന്നായിട്ട് എന്താ പറയുക, മണമൊക്കെ വരും. അങ്ങനെ ഇപ്പോൾ 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ മൂടി തുറന്നിട്ട് നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഒരുപാടൊന്നും ഞാൻ ചേർക്കുന്നില്ല. 1 ടീസ്പൂൺ മുളക് പൊടിയും 1.5-2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുത്തിട്ട് ആ പൊടികളൊക്കെ എല്ലാത്തിലും പിടിച്ച് ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. ഒരു മിനിറ്റിൽ കുറഞ്ഞിട്ട് അടച്ച് വെച്ചാൽ മതി. എല്ലാം കൂടെ നന്നായി മിക്സാക്കിയിട്ട് ഇപ്പം നല്ലൊരു ഗ്രേവി ആയി വന്നിട്ടുണ്ട്, എന്താ പറയുക, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊരിച്ചിട്ടുള്ള ആ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് ചിക്കൻ ഈ ഗ്രേവിയിലങ്ങ് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് ഗ്രേവി മിക്സാക്കി വഴറ്റിയെടുത്തിട്ട് ഈ ഒരു ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ആ ചിക്കനിൽ ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ, അതിനായിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു മസാല എല്ലാത്തിലും അങ്ങ് പിടിച്ചിട്ട് ചിക്കനിലൊക്കെ പിടിച്ചിട്ട് ഒന്നങ്ങ് തിളച്ച് വരുമ്പോഴേക്കും കുറച്ചും കൂടെ കുറുകും. അപ്പോൾ അതിന് കുറച്ച് ഗ്രേവി വേണം. പിന്നെ ഒറോട്ടിക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ തിന്നാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായി മിക്സാക്കിയിട്ട് ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഇട്ട് കൊടുക്കുക. കറിവേപ്പില, മല്ലിയില, പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പം ഇവിടെ നിന്ന് പറിച്ചെടുത്ത പുതിനയില മാത്രമേ ഉള്ളൂ. അത് ഞാൻ കുറച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാനായിട്ട് 1 മിനിറ്റോളം അടച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം മൂടി തുറന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും ബാക്കിയുള്ള കുറച്ച് പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്, നല്ല തിക്നെസ് ഉണ്ട്, എന്താ പറയുക, നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഫ്ലെയിം ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. തുറന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 1/2 മുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചാൽ നമ്മുടെ കറി അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ കറിയൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഉള്ളത് പായസത്തിനുള്ള പണിയാണ്. അപ്പോൾ ഗ്രീൻ പീസ് ഞാനിതവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് തരികളൊന്നും ഇല്ലാണ്ട് എന്നാൽ നല്ല ഫൈൻ പേസ്റ്റ് വെക്കാണ്ട് ആ ഒരു മീഡിയമിൽ വെച്ചിട്ട് അങ്ങനെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പായസത്തിന് വേണ്ടിയിട്ടുള്ള പാലും ഇവിടെ തിളക്കാനായി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗ്രീൻ പീസ് അരക്കുന്ന ആ സമയത്ത് തന്നെ പിന്നെ ഒറോട്ടിക്കുള്ള അരിയും കൂടെ അവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ട് മിക്സിയിൽ അരക്കുന്നതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ടൈറ്റാക്കാനായിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി ടൈറ്റാക്കി എടുക്കാം. അങ്ങനെ പായസത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ സേമിയ, വലിയ സൈസിലുള്ള സേമിയാണ് എടുത്തത്. റോസ്റ്റഡ് അല്ല, ഇതിന് വേണമെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്യാം, അല്ലാതെ ഡയറക്റ്റായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ എന്തായാലും റോസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് നട്ട്സും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ സേമിയ ഒന്ന് ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മുഴുവൻ സേമിയ എടുക്കുന്നില്ല, അതിൻ്റെ ഒരു ഹാഫ് മാത്രമേ എടുക്കുന്നുള്ളൂ, പകുതിയേ വേണ്ടുള്ളൂ, കുറേ ഉണ്ടാവും അത്. അപ്പം വറുത്തെടുക്കുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് കളറൊന്നും മാറി വരണ്ട, ജസ്റ്റ് ആ ഒരു സ്മെല്ലടിക്കും. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ചൂടാക്കിയിട്ടുള്ള 1/2 ലിറ്റർ പാൽ ഞാനിപ്പോൾ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. പിന്നെ പാലൊഴിച്ചിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. എന്തായാലും റോസ്റ്റഡ് ആണ്, എന്നാലും ഒന്ന് തിളക്കണമല്ലോ, പാലിലൊക്കെ ഒന്നങ്ങ് പിടിച്ച് വരണമല്ലോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായി അങ്ങ് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇതിപ്പം തിളപ്പിച്ചിട്ട് പാലൊക്കെ നന്നായിട്ട് അങ്ങ് കുറുകി വരുന്ന പോലെ ഉണ്ട്. പിന്നെ സേമിയവും അത്യാവശ്യം ഒന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ഇനി ചേർത്ത് കൊടുക്കാം. ആദ്യമേ പഞ്ചസാര ചേർക്കുമ്പം സേമിയത്തിൻ്റെ വേവ് അങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് സേമിയ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സാക്കിയിട്ട് ഇനി ഒന്ന് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പം പഞ്ചസാരയൊക്കെ അത്യാവശ്യം ഒന്നങ്ങ് മെൽറ്റായിട്ട് എന്താ പറയുക ഒന്നങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാല് ഞാനിപ്പോൾ 1/2 ലിറ്ററും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്ററിൽ നിന്ന് 1 ഗ്ലാസ് പാല് മാറ്റിയിട്ടാണ് ചേർക്കുന്നത്. 1 ഗ്ലാസ്സിൽ ബാക്കി കുറച്ച് കാര്യങ്ങളൊന്ന് മിക്സ് ആക്കാനുണ്ട്, അതിനാണ്. എന്നിട്ട് ഒന്നുകൂടെ നന്നായി അങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും ഞാൻ നേരത്തെ മാറ്റി വെച്ച 1 ഗ്ലാസ് പാലുണ്ടല്ലോ, അതിൽ 1/2 ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് ഗ്രീൻ പീസ് ഞാനിത് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുകയാണ്. അതിപ്പം അരച്ചെടുത്ത മുഴുവൻ ഗ്രീൻ പീസും ഞാൻ എടുക്കുന്നില്ല, കാരണം ഈ ഒരു പായസം കൂടുതൽ അങ്ങ് തിക്കായി പോകും. ഗ്രീൻ പീസ് എന്തായാലും തിക്നെസ് ഉള്ളതാണല്ലോ. അപ്പം ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കൂ. അത് ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഈ പാലിൽ അങ്ങ് മിക്സാക്കിയിട്ട് അതും കൂടെ ഈ ഒരു തിളച്ച് വന്ന സേമിയയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ സേമിയ പായസത്തിൽ നമ്മൾ വേറൊരു സാധനം കൂടെ ആഡ് ചെയ്യുമ്പം അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അതായത് ഈ സേമിയ പായസത്തിൽ മാങ്ങാ പൾപ്പിട്ട് കൊടുക്കുമ്പം അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്, അതും നല്ല ടേസ്റ്റാണ്. നമുക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് എന്തൊക്കെയാണോ നമ്മൾ ചേർക്കുന്നത് അതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് എന്തായാലും കിട്ടും. അപ്പോൾ ഇതിന് ഞാനൊരു വെറൈറ്റി ആക്കാം. എപ്പോഴും സേമിയ പായസമൊക്കെ അല്ല ഉണ്ടാക്കുന്നത്, അതിനൊരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ ഇട്ട് കൊടുത്തത്. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സേമിയ പായസം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചൊരു ഗ്രീൻ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ. പാലിൽ കുറച്ച് മിക്സാക്കിയിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തതാണ്. പിന്നെ പായസത്തിന് കുറച്ചൊരു എക്സ്ട്രാ ടേസ്റ്റ്, ഒരു റിച്ച്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ള ആ ഒരു 1/2 ഗ്ലാസ് പാലിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ മിക്സാക്കിയിട്ട് അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിക്ക് പകരം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, നല്ല റിച്ച് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. ഒന്നങ്ങ് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുക്കുക. നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി ഫൈനലി ചേർത്ത് കൊടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ റോസ്റ്റഡ് നട്ട്സാണ്. അപ്പം ഞാൻ ഗീയിൽ കുറച്ച് നട്ട്സ് വറുത്തെടുത്തിട്ടുണ്ട്. കിസ്മിസും അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് ക്രഷ്ഡ് അണ്ടിപ്പരിപ്പുണ്ട്. അതും ഇങ്ങനെ തിന്നുമ്പം കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ കാണുമ്പം നല്ല ലൂസായിട്ട് ഇനി ഒന്ന് ചൂടൊക്കെ ആറി വരുമ്പം ഒന്നങ്ങ് തിക്കാവും. ഗ്രീൻ പീസും അരച്ചതും കൂടെ ചേർത്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്നങ്ങ് കട്ടിയാവും. അപ്പോൾ അങ്ങനെ കട്ടിയായി വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള പാലങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ആ പാലിൽ അങ്ങ് ഇട്ടിട്ട് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ പീസ് സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്ക്. ഒരു വെറൈറ്റി തന്നെയാണ്. എപ്പോഴും ഒരേ ടൈപ്പിലുള്ള പായസങ്ങൾ ഉണ്ടാക്കുന്ന നേരം അതിനെ എന്തൊക്കെ വ്യത്യാസം വരുത്താമെന്നല്ലേ നമ്മൾ കിച്ചണിലുള്ള ആൾക്കാർ നോക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറ. അങ്ങനെ പായസവും റെഡിയായി, ചിക്കൻ കറിയും റെഡിയായി. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെ ഈ സ്നാക്കിൻ്റെ പൊരിക്കലൊക്കെ തുടങ്ങാൻ. കാരണം ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ആ ഒരു സമയത്തേക്ക് പൊരിച്ചെടുത്താൽ മതിയല്ലോ, ഇല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് സോഫ്റ്റായി പോകും. അപ്പോൾ ഒറോട്ടി ചുടലും ഈ ഒരു പെട്ടിപ്പത്തിൽ പൊരിക്കലും ഒക്കെ 5:30-ക്ക് ശേഷമാണ് നടന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തുനിന്ന് ഞാനിങ്ങനെ ഒറോട്ടി ചുടുന്നുണ്ട്, ഒരു ഭാഗത്തുനിന്ന് ഉമ്മ പെട്ടിപ്പത്തിൽ പൊരിക്കുന്നുണ്ട്. അങ്ങനെ ഒറോട്ടിയും പെട്ടിപ്പത്തിലും ഒക്കെ റെഡിയായി. ഇനി ബാങ്കിനുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ 6:40-നാണ് ബാങ്ക്. അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ബനാന സർബത്ത്, ചെറിയ പഴം കൊണ്ട് ഉണ്ടാക്കുന്നത്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പീസൊക്കെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്ത റെസിപ്പീസ് ആണെങ്കിൽ അതൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നോട് അഭിപ്രായം പറ. അപ്പം ഈ കൊല്ലത്തെ ബറാത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഒരുപാട് ഹാപ്പിയൊന്നുമല്ല ഒന്നാമത് ഈ ഒരു സാഹചര്യത്തിൽ, എന്നാലും നോമ്പല്ലേ, അപ്പം നല്ല ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് ഒരു സുന്നത്തായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ യൂട്യൂബിൽ ഉള്ളതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു. ടാറ്റ, ബൈ ബൈ.